എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന അൽഫാം മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അൽഫാം മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചെറിയ ഒരു സവാള, പഴുത്ത ഒരു തക്കാളി, വലിയ 2 വെളുത്തുള്ളി, എരിവിനാവശ്യമായ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ഇവ ഒരു തരി വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ഇത്. 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ചിക്കനിലേക്ക് മസാലകൾ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുക്കണം. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മന്തി മസാലയാണ് ഇത്. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇവയെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കണം. ഈ മസാലകൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എത്രത്തോളം റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുന്നോ അത്രത്തോളം രുചി കൂടും. മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 4 കപ്പ് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായി മാറ്റിവെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വലിയ വെളുത്തുള്ളി ആയതിനാൽ 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 or 3 വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഇവയുടെ കളറ് മാറാതെ തന്നെ ഇവ വഴറ്റിയെടുത്തതിന് ശേഷം ഇവയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ബ്ലാക്ക് ലെമൺ 1 എണ്ണം, വൈനയില 1 എണ്ണം ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇവയിലേക്ക് നല്ല ജീരകം 1 ടീസ്പൂൺ, മല്ലി 1 ടീസ്പൂൺ ഇവ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇവയിലേക്ക് നെടുകെ കീറിയ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ ചേഞ്ച് ആകാതെ തന്നെ വേണം ഇവയെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. മന്തി റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉപയോഗിക്കാത്തതിനാൽ അതിനു പകരം 2 ചിക്കൻ ക്യൂബാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്ത് ഇവയുമായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇവയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 6 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ മസാലകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ മന്തി മസാലയാണ്. മന്തി മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ റൈസ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി 1 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റൈസിന് ആവശ്യമായ ഉപ്പാണ്. നേരത്തെ ചേർത്തിട്ടുള്ള ചിക്കൻ ക്യൂബിന് ഉപ്പുള്ളതിന് അതനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഈ വെള്ളം വെട്ടിത്തിളച്ചതിന് ശേഷം നേരത്തെ കുതിരാനായി മാറ്റിവെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഈ റൈസ് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റോളമായി ഈ റൈസ് വേവിക്കാനായി മാറ്റിവെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഈ റൈസിലെ വെള്ളമൊക്കെ വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കണം. മസാലകൾ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് ഇത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓരോ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കഷ്ണങ്ങൾ പാനിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യണം. വലിയ കഷ്ണം ചിക്കൻ ആയതിനാൽ വെന്ത് വരാൻ താമസമുള്ളതിനാലാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ചിക്കൻ കഷ്ണങ്ങൾ നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണം.
ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ മറിച്ചിട്ട് കൊടുത്ത് ആ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഗ്രില്ല് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ചിക്കനിലും കിട്ടുന്നത്. അൽഫാം ചിക്കൻ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുള്ള റൈസിലേക്ക് വെച്ച് കൊടുക്കണം. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള അൽഫാം മന്തി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.